Hence, so lastly we will be dealing with the imperfect competition. നമ്മളുടെ മാർക്കറ്റ് സ്ട്രക്ചറിലെ രണ്ട് ടൈപ്പ് കോമ്പറ്റീഷൻ ആയിരുന്നു നമ്മൾ പഠിച്ചത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇസ് ഓൾസോ ദെയർ, ദെൻ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. അതിൽ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന സെഷനായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ആ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ളൊരു സ്റ്റേറ്റിൽ ഇങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. പെരിഷബിൾ ഗുഡ്സിനും അതുപോലെ നോൺ പെരിഷബിൾ ഗുഡ്സിനും 3 രീതിയിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതി മാർക്കറ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പീരിയഡ്, ദെൻ ഷോർട്ട് പീരീഡ്, അതേപോലെ ലോങ് പീരീഡിൽ എങ്ങനെയാണ് ഇത് മൂന്നും കൂടെയുള്ള ഗ്രാഫ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. മാർക്കറ്റ് പീരീഡിലാകുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഗ്രാഫ്, ഫസ്റ്റ് ഗ്രാഫ് MPSE എന്നുള്ളതാണ് മാർക്കറ്റ് പീരീഡിൻ്റെ ലൈൻ വന്നത്. അപ്പോൾ അതിനനുസരിച്ച് പ്രൈസിന് എങ്ങനെ ചേഞ്ചസ് വരുന്നു, ക്വാണ്ടിറ്റിക്കും ഡിമാൻഡ് മാറുന്നതിനനുസരിച്ച് പ്രൈസിൽ എത്ര ചേഞ്ച് വരാമെന്നാണ് അത് ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതായിരുന്നു നമ്മുടെ ക്വാണ്ടിറ്റി അല്ലേ, മാർക്കറ്റ് പ്രൈസിലുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈനായിരുന്നു. MPSE എന്ന് പറഞ്ഞ ലൈനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡിമാൻഡ് കർവ് DD ഉള്ളത് D1 ആയപ്പോൾ പ്രൈസിൻ്റെ ചേഞ്ച് എത്രയാണ്, ഇവിടെ ആകുമ്പോൾ പ്രൈസ് എത്രയായിരുന്നു, P എന്ന പ്രൈസാണ്, ദിസ് ഇസ് ദ പ്രൈസ് അല്ലേ. അതിനുശേഷം ഡിന്ന് D1 മാറിയപ്പോൾ പ്രൈസ് P1 ആയി. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് പറഞ്ഞു. പിന്നെ നമ്മൾ ഷോർട്ട് പീരീഡ് ആകുമ്പോൾ ഡിമാൻഡ് കർവ് ഇത്, അതുപോലെ സെക്കൻഡ് ഡിമാൻഡ് കർവ് ഇത്, അവിടെയുള്ള പ്രൈസ് സെയിം ഇക്വലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ P ആണ്. ദെൻ ഓൺ എൻ ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് വാട്ട് ഹാപ്പൻസ്, ദ പ്രൈസ് ഹാവ് ചേഞ്ച് ടു P2. പക്ഷേ P2 എപ്പോഴും P1 കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ P1 മൈനസ് P നമ്മുടെ മാർക്കറ്റ് പ്രൈസിലുണ്ടാകുന്ന പ്രൈസ് ഡിഫറൻസിനേക്കാളും കുറവാണ് ഷോർട്ട് പീരീഡിൽ പ്രൈസ് ഡിഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ കേസായിട്ടുള്ളതാണ് LPSE, ലോങ് പീരീഡിലെ സപ്ലൈ കർവ്. അതാണിത് സപ്ലൈ കർവ്. ആ സമയത്തുള്ള ഡിമാൻഡ് കർവ്സ് ആണ് രണ്ടെണ്ണം വരച്ചിരിക്കുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ഡിമാൻഡ് കർവ്. വെൻ ദ സപ്ലൈ കർവ് മീറ്റ്സ് ദ ഡിമാൻഡ് കർവ് ഇറ്റ് ഈസ് ഇക്വിലിബ്രിയം പ്രൈസ്. അതിനുശേഷം ഡിമാൻഡ് കർവ് എങ്ങോട്ട് മാറി, ഡിമാൻഡ് കർവ് ഇങ്ങനെയായി. അപ്പോൾ പ്രൈസിന് വ്യത്യാസം വന്നു, P3 ആയി. ഹിയർ ഇഫ് യു ആർ സീയിങ് P3 is less than P2 ഓൾസോ. അപ്പോൾ P3 P1 അതുപോലെ P2 കുറവാണ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈസസ് ഇസ് സ്മോൾ ആസ് കമ്പയർഡ് ടു ദാറ്റ് ഇൻ ദ മാർക്കറ്റ് പ്രൈസ് ആൻഡ് ദി ഷോർട്ട് പീരീഡ്. അപ്പോൾ ഇങ്ങനെ 3 ഗ്രാഫ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ചെയ്യുന്ന 2 അപ്രോച്ചുകളും പറഞ്ഞു, ദ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം ആൻഡ് MR = MC എന്ന അപ്രോച്ചിലും. പക്ഷേ ഏത് സമയത്താണോ അല്ലെങ്കിൽ എത്ര ഔട്ട്പുട്ടിലാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഒരു പ്രൊഡ്യൂസറിന് കിട്ടുക, അതിനെ നമ്മൾ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു. അതുപോലെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ് അല്ലേ, ഈ 2 പോയിൻറ്റ്. ഓക്കെ, ഡിമാൻഡ് കർവും അതുപോലെ സപ്ലൈ കർവും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഈ സമയത്തുള്ളതാണ് നമ്മുടെ ഔട്ട്പുട്ട് അല്ലേ. ഇത്രയും ഔട്ട്പുട്ട്, ഈ പ്രൈസിന് ഈ ഒരു ഔട്ട്പുട്ട് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ മാക്സിമം പ്രോഫിറ്റ് കിട്ടുക. പിന്നെ നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ നമ്മുടെ മാർജിനൽ കോസ്റ്റ് കർവും അതുപോലെ മാർജിനൽ റവന്യൂ കർവും വരച്ചു. അപ്പോൾ മാർജിനൽ റവന്യൂ കർവ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നു. അപ്പം അതിനനുസരിച്ച് തന്നെ നമ്മൾ AR കർവും ഈക്വലായി വരുന്നൊരു പോയിന്റ് അല്ലേ, ഇത് ഈക്വലാണ്. അപ്പോൾ അങ്ങനെയും വരണം, ദാറ്റ് ഈസ് MR is equal to MGയും വരണം, MR = AR എന്ന കണ്ടീഷനിലും കൂടുള്ള പോയിൻ്റാണ്. ആൻഡ് ഹിയർ മാർജിനൽ കോസ്റ്റ് ഷുഡ് ബി ഈക്വൽ ടു മാർജിനൽ റവന്യൂ ആൻഡ് ദ മാർജിനൽ റവന്യൂ കർവിൽ ഷുഡ് കട്ട് ദ മാർജിനൽ കോസ്റ്റ് കർവ് ഫ്രം ബിലോ അല്ലേ. ഇതാണ് കോസ്റ്റ് കർവ്, അതിനെ താഴെ നിന്നാണ് നമ്മൾ മാർജിനൽ റവന്യൂ കർവ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു കേസിലാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നും ഡിസ്കസ് ചെയ്തു. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ടെക്സ്റ്റിലുണ്ട്, നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ മനസ്സിലാവും. സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞു, ഇനിയുള്ളത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിലും ഇതേപോലെ പല ഗ്രാഫുകളും ഉണ്ട്, അതും നിങ്ങൾ പഠിക്കേണ്ട. അപ്പോൾ ആദ്യം പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനും കൂടെ കമ്പയർ ചെയ്താൽ വാട്ട് ഇസ് ദ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ്ലി പറഞ്ഞു, ദർ ഇസ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ദേ ആർ സെല്ലിംഗ് ദ സിമിലർ പ്രൊഡക്ട്സ്, ദർ ഇസ് നോ ബാരിയേഴ്സ് ഫോർ ദ എൻട്രി ഓഫ് കസ്റ്റമേഴ്സ് ഓർ എനി സെല്ലേഴ്സ്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. ലൈക്ക് ഇറ്റ് റിക്വയർസ് ഓർ ഇറ്റ് ഷുഡ് ഹാവ് ഓൺലി ഫ്യൂ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ്. നമുക്ക് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഒന്നും ആവശ്യമില്ല. വെൻ ദർ ഇസ് ഓൺലി ഫ്യൂ സെല്ലേഴ്സ് ആൻഡ് ദ ബയേഴ്സ് ഇൻ എ മാർക്കറ്റ് ഇറ്റ് വിൽ ഫേസ് ആൻ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ല, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നിറയെ ബയേഴ്സും സെല്ലേഴ്സും ഇല്ല. അതേപോലെ പ്രൊഡക്ട്സ് ഒരിക്കലും ഹോമോജീനിയസ് അല്ല. ദ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ആണ് എല്ലാവരും വിൽക്കുന്നത്, ഒരേപോലെയുള്ള സിമിലർ പ്രൊഡക്ട്സാണ്. പക്ഷേ ഒരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ദേ വിൽ ബി സെല്ലിംഗ് ഡിഫറെൻറ്റ് ഓർ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ടാവും. ഹെട്രോജീനിയസ് പ്രൊഡക്ട്സ് ആയിരിക്കും അവർ വിൽക്കുന്നത്. ദാറ്റ് വിൽ ബി മൂവ്. ഹോമോജീനിയസ് ഉണ്ടാവും, ഹെട്രോജീനിയസ് കൂടുതലായിരിക്കും. ആൻഡ് ദസ് ദ ഇൻഡിവിജ്വൽ ഫേംസ് ക്യാൻ എക്സസൈസ് കൺട്രോൾ ഓവർ ദ പ്രൈസസ് ഇൻ വേരിയിങ് ഡിഗ്രീസ്. അതുകൊണ്ട് തന്നെ
പ്രൈസ് എങ്ങനെയായിരിക്കും ഫിക്സ് ചെയ്യാൻ പറ്റുക? ഓരോ ഇൻഡിവിജ്വൽ ഫേംസിനും കുറച്ചൊക്കെ കൺട്രോൾ ഉണ്ടാവും. ഇപ്പം ഒരു മാർക്കറ്റിൽ ഒരു ഫേം വിൽക്കുന്നത് ഒരു ഡിഫറെൻറ്റ് പ്രൊഡക്റ്റും ബാക്കി എല്ലാവരും ഒരുപോലത്തെ പ്രൊഡക്റ്റ് എന്ന് വെച്ചോ. അപ്പോൾ ആ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്ക് എത്ര വേണമെങ്കിലും പ്രൈസ് അയാൾക്ക് ഫിക്സ് ചെയ്യാം. ബിക്കോസ് ഹീ ഈസ് എ സോൾ പേഴ്സൺ ദർ, അല്ലേ? വേറെ ആരുമില്ല, അല്ലെങ്കിൽ 2 പേരേ ഉള്ളൂ. സോ ദേ ക്യാൻ ഫിക്സ് ദ പ്രൈസ്. ദർ ഇസ് കൺട്രോൾ ഓവർ ദ പ്രൈസ്. പക്ഷേ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് വിൽക്കുന്നിടത്ത് എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓരോ ആൾക്കാർ കുറച്ച് വിറ്റാൽ നമ്മളും ഫോഴ്സ്ഡ് ആണ് കുറച്ച് വിൽക്കാൻ വേണ്ടി, കൂട്ടി വിറ്റാൽ നമ്മളും കൂട്ടി വിൽക്കും. അപ്പം അങ്ങനെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലെങ്കിൽ ബാക്കി നമ്മുടെ കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്ത് നമ്മുടെ അതർ കോമ്പറ്റീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു പെർഫെക്റ്റ് മാർക്കറ്റിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. ബട്ട് ഹിയർ ദ ഇൻഡിവിജ്വൽ ഫേംസ് ക്യാൻ എക്സസൈസ് ദ കൺട്രോൾ ഓവർ ദ പ്രൈസസ് ഇൻ ദ വേരിയൻ ഡിഗ്രീസ്. പല ഡിഗ്രിയിലായിരിക്കാം, പലർക്കും പല രീതിയിലുള്ള റേഞ്ച് ആയിരിക്കും. ചിലർ പ്രൈസ് ടേക്കേഴ്സായിട്ട് വരും, ചിലർ ഫോളോവേഴ്സ് ആയിട്ട് പോവും. അങ്ങനെയുള്ള കേസുണ്ട്. പക്ഷേ ദ ഫേംസ് ക്യാൻ ഡിസൈഡ്. അപ്പോൾ ഇവിടെ തന്നെ ഈ ഫേംസ് ഡിസൈഡ് ചെയ്യുന്നതിനെ ആ ഡിഗ്രി ബേസ് ചെയ്തിട്ട് നമുക്ക് 3 രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്സിനെ ഡിവൈഡ് ചെയ്യാം. ലൈക്ക് മോണോപ്പൊലി മാർക്കറ്റ്, മോണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് ആൻഡ് ഒലിഗോപ്പൊലി മാർക്കറ്റ്. 3 രീതിയിലാണ്. വേറെയും ഉണ്ട്. ഒരു പെർഫെക്റ്റ് നമ്മുടെ സെല്ലേഴ്സിൻ്റെ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഇവിടെ മോണോപ്പൊലി, മോണോപ്പൊളിസ്റ്റിക് ആൻഡ് ഒലിഗോപ്പൊലി മാർക്കറ്റ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ വി ആർ മൂവിങ് ഓൺ ടു ഈച്ച് വൺ. നമ്മുടെ മോണോപ്പൊലി എന്താ, മോണോപ്പൊളിസ്റ്റിക് എന്താ, വാട്ട് ഈസ് ഡിയോപ്പൊലി, വാട്ട് ഈസ് ഒലിഗോപ്പൊലി, ഇതെല്ലാം നമുക്ക് ഇൻഡിവിജ്വലി നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഇസ് മോണോപ്പൊലി. സോ മോണോപ്പൊലിയിലെ മോണോ എന്ന ആ വാക്ക് വന്നിരിക്കുന്ന ഗ്രീക്ക് വേർഡാണ്. ഇറ്റ് മീൻസ് സിംഗിൾ ആൻഡ് പൊലി മീൻസ് സെല്ലർ. സോ ദ മോണോപ്പൊലി വേർഡ് സേസ് ദാറ്റ് a market situation where there is only one seller or a single seller in a market. ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ്, അവിടെ ഒറ്റൊരു സെല്ലർ മാത്രമേ ഉള്ളൂ, ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒറ്റൊരു സെല്ലർ മാത്രം. ഓക്കെ, അങ്ങനെയുള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? മോണോപ്പൊലി മാർക്കറ്റ് എന്ന് പറയുക. സോ ദ മാർക്കറ്റ് ഫോം ഇൻ വിച്ച് എ സിംഗിൾ പ്രൊഡ്യൂസർ controls the whole supply of a single commodity which have no close substitute. വേറെ ആരുമില്ല, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, ഒറ്റൊരു സെല്ലറേ ഉള്ളൂ ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു മാർക്കറ്റിനെ നമ്മൾ മോണോപ്പൊളി മാർക്കറ്റ് എന്ന് പറയും. അവിടെ നമ്മൾ കാണുന്ന വേറൊരു ഫീച്ചറാണ് ഒറ്റൊരു ബയറേ ഉള്ളൂ, വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അതേപോലെ തന്നെ വേറെ ആർക്കും അങ്ങോട്ട് കയറാനും പറ്റത്തില്ല. ബിക്കോസ് ദർ വിൽ ബി ബാരിയർ ടു ദ എൻട്രി, അല്ലേ? അവർക്ക് എൻട്രി ചെയ്യാൻ ബാരിയേഴ്സ് ഉണ്ടാവും. നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ദർ ഇസ് നോ ബാരിയേഴ്സ്. പക്ഷേ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനായ മോണോപ്പൊലിയിൽ ദർ ഇസ് ബാരിയേഴ്സ് ഫോർ ദ എൻട്രി ഓഫ് എ ന്യൂ സെല്ലർ ഇൻ ടു ദ മാർക്കറ്റ്. അവിടെ ആകെ ഒറ്റ ഒരാളെ നിലനിൽക്കുള്ളൂ, വേറെ ആർക്കും കയറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും ബൈ ക്രിയേറ്റിംഗ് ബാരിയേഴ്സ്. സോ this is a feature of monopoly. And also the cross elasticity of demand is 0 or negative. നമ്മൾ ക്രോസ് ഇലാസ്റ്റിറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. ക്രോസ് ഇലാസ്റ്റിറ്റി എന്തായിരുന്നു? നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂട്ടിനെ അല്ലെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഉള്ളപ്പോൾ അതിനനുസരിച്ച് ഒരു ഗുഡിൻ്റെ പ്രൈസ് മാറുമോ ഇല്ലയോ എന്നുള്ളത് വെച്ചാൽ ഇപ്പോൾ ഒരു ടീ, കോഫി, ഇവർ രണ്ടുപേരും എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്, ടീ അല്ലെങ്കിൽ കോഫി എന്ന കൺസെപ്റ്റ്. എന്നാൽ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആയിട്ട് ടീയും ഷുഗറും പറയാം. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡായ ടീയുടെ വില കൂടുന്നതിനനുസരിച്ച് കോഫിയുടെ വില കൂടുമോ കുറയുമോ, അതുപോലെ ടീയുടെ വില കൂടുന്നതിനനുസരിച്ച് ഷുഗറിൻ്റെ വില കൂടുമോ കുറയുമോ, അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെ നമ്മൾ ക്രോസ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഗ്രാഫ് പഠിച്ചപ്പോൾ പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിറ്റി, നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിറ്റി, അതുപോലെ സീറോ ക്രോസ് ഇലാസ്റ്റിറ്റി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള ഈ മോണോപ്പൊലി മാർക്കറ്റിൽ നമ്മൾ കാണുന്ന ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് either it will be zero because there is no close സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല, അല്ലേ? കോംപ്ലിമെൻറ്റ്സ് ചിലപ്പോൾ ഉണ്ടാവും, സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവത്തില്ല ആ മാർക്കറ്റിൽ. ഇവിടെ പറഞ്ഞിരുന്നു നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഓൾവേസ് ദർ. സോ ഇറ്റ് വിൽ ബി എങ്ങനെയായിരിക്കും? ഒരിക്കലും നമുക്ക് 1 വരാൻ പറ്റത്തില്ല. ക്രോസ് ഇലാസ്റ്റിറ്റി 1 വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ള കേസില്ല. ക്രോസ് ഇലാസ്റ്റിറ്റി 1 വരത്തില്ല. ഇറ്റ് വിൽ ബി ഓൺലി 0 ആൻഡ് നെഗറ്റീവ്. ദാറ്റ് ഇസ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് വേണമെങ്കിൽ വരാം. ടീ, കോഫി, ടീ, ദെൻ ഷുഗർ, കാർ, പെട്രോൾ, അങ്ങനെയുള്ള മാർക്കറ്റൊക്കെ എന്താ മോണോപ്പൊലി മാർക്കറ്റായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഓൺലി കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഓർ ഒരു ഗുഡ് കാരണം വേറെ ഒന്നും ചേഞ്ച് വരുന്നില്ല. ഇപ്പം ടീയും അതുപോലെ സിഗരറ്റ്സും ഇത് തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ക്രോസ് ഇലാസ്റ്റിറ്റി ഇത്ര 0 ആണ്. അല്ലെങ്കിൽ ടീയും ടെലിവിഷനും ദർ ഇസ് നോ റിലേഷൻ. അങ്ങനെയുള്ള കേസ്, അങ്ങനെയുള്ള ഗുഡ്സ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആയിരിക്കണം. പിന്നെ കോംപ്ലിമെൻ്ററി ഗുഡ്സ് മാത്രമേ ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ കാണുന്നുള്ളൂ. ഇവിടെ വേറെ കോമ്പറ്റീറ്റീവ് ഫേംസ് ഉണ്ടാവില്ല. ബിക്കോസ് ദർ ഇസ് ഓൾവേസ് ബാരിയർ ഫോർ ദ എൻട്രി ഓഫ് എ ന്യൂ ഫേം. പുതിയൊരു ഫേമിന് കയറാൻ പറ്റത്തില്ല, എൻട്രി ബ്ലോക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റിംഗ് ഫേംസും ഉണ്ടാവത്തില്ല. ഇതൊക്കെയാണ് മേജർ ഫീച്ചേഴ്സ് ഓഫ് എ മോണോപ്പൊലി. ഈ മോണോപ്പൊലിക്ക് കാരണങ്ങൾ അല്ലെങ്കിൽ വൈ ഇസ് മോണോപ്പൊലി, വാട്ട് ഇസ് ദ സോഴ്സ് ഓഫ് മോണോപ്പൊലി, ഇങ്ങനെ മോണോപ്പൊലി മാർക്കറ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, വാട്ട് ആർ ദ റീസൺസ് എന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് വൺ ഈസ് ദ എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ദ ഫസ്റ്റ് റീസൺ ഫോർ
monopoly situation is economies of large scale production. എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒരു ഫേം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ വളരെയധികം കൂട്ടുമ്പോൾ അവരുടെ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയ്ക്കാൻ പറ്റും. ഒരു ക്വാണ്ടിറ്റി, ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റ്, ഓരോ പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ കുറയ്ക്കും. അതിനെയാണ് എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനും പല കാരണങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു പുതിയൊരു എൻട്രൻറ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു കോമ്പറ്റീറ്റർ നമ്മുടെ മാർക്കറ്റിലേക്ക്, ഇതുപോലെയാണ് മോണോപ്പൊളി മാർക്കറ്റിലേക്ക് കയറുമ്പോൾ ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദേ ഫൈൻഡ് ഡിഫിക്കൽറ്റി ടു പ്രൊഡ്യൂസ് ദ പ്രൊഡക്റ്റ് അറ്റ് ദ സെയിം കോസ്റ്റ്, അല്ലേ? അവർക്ക് ഒരിക്കലും അതേ വിലയിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദേ വിൽ ബി ഓൺലി പ്രൊഡ്യൂസിങ് അറ്റ് എ സ്മോളർ ക്വാണ്ടിറ്റി. ലാർജ് സ്കെയിൽ വോള്യത്തിൽ ഒരിക്കലും പുതിയതായി വരുന്ന ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരിക്കലും ലോ കോസ്റ്റിലോ ബാക്കി കോമ്പറ്റീറ്റീവ് ഫേംസ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന കോമ്പറ്റീറ്റീവ് ഫേംസിനെ പോലെ വില കുറച്ച് വിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കോമ്പറ്റീഷൻ ഇവിടെ ഇമ്പോസിബിൾ അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് എന്ന് പറയാനും കാരണം. ഓക്കെ, അപ്പോൾ പുതിയൊരു ആൾക്ക് ഈ ഒരു മാർക്കറ്റിലേക്ക് കയറാൻ പറ്റാതെ എന്ത് പറ്റും, എപ്പോഴും മോണോപ്പൊളി സ്റ്റേറ്റിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റിയുടെയൊക്കെ കൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന KEB എന്ന് പറയുന്ന കമ്പനി മാത്രമാണ് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പം നമ്മളുടെ ഒരു മോണോപ്പൊളി മാർക്കറ്റ് പോലെയാണ് അത് ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് ദർ ആർ നോ പ്രൈവറ്റ് ഫേംസ് ഓർ എനി ഗവൺമെൻറ് ഫേം പ്രൊവൈഡിങ് എസ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ആർ എ മോണോപ്പൊളി, ദേ ആർ ദി പ്രൈസ് ടേക്കേഴ്സ്. അവരാണ് പ്രൈസ് മേക്കേഴ്സ്, അവരാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയൊരു ഇലക്ട്രിക്കൽ ജനറേറ്റർ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു വെച്ചോ, കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ അവർക്കൊരിക്കലും നമ്മുടെ KEB തരുന്ന പോലത്തെ ചാർജസിൽ നമുക്ക് ഇലക്ട്രിസിറ്റി തരാൻ പറ്റില്ല. ബിക്കോസ് ദേ കാൺ ഡൂ ദിസ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അവർക്ക് അത്ര കസ്റ്റമർ ബേസ് ഒന്നുമില്ല. അപ്പോൾ അവരെപ്പോഴും കയറുമ്പോൾ എന്താ, ഹൈ പ്രൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഹൈ പ്രൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആരെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുമോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് മോണോപ്പൊളി മാർക്കറ്റിലേക്ക് പുതിയ ഒരു കോമ്പറ്റീറ്ററിന് കയറാൻ പറ്റാത്തത്. ദിസ് ഇസ് എ ഫസ്റ്റ് റീസൺ. സെക്കൻഡ് വൺ ഇസ് ദ എക്കണോമീസ് ഓഫ് സ്കോപ്പ്. ദാറ്റ് ഈസ് എക്കണോമീസ് ഓഫ് സ്കോപ്പ് exist when it is cheaper to produce product A and B in the same firm than in two separate firm. ചിലപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് ഒരു ഫേമിൽ ഉണ്ടാക്കുന്നതും രണ്ട് ഫേംസിൽ ഉണ്ടാക്കുന്നതും വെച്ച് നോക്കുമ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ചീപ്പറായിട്ട്. ഇപ്പോൾ ഒരു കമ്പനി കാറും ട്രക്സും ഉണ്ടാക്കുന്ന മഹീന്ദ്രയാണെന്ന് വിചാരിച്ചു. മഹീന്ദ്ര കാർസും ഉണ്ടാക്കുന്നുണ്ട്, ട്രക്സും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മഹീന്ദ്രയ്ക്ക് തന്നെ രണ്ട് ഉണ്ടാക്കാൻ കുറച്ചുകൂടെ കോസ്റ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എല്ലാ അവൈലബിലിറ്റി എല്ലാ ഇൻപുട്സും അവിടെ കിട്ടും. പക്ഷേ ഇത് രണ്ട് ഫേംസാണ് നടത്തുന്നതെന്ന് വെച്ചു. അപ്പോൾ എന്താ, രണ്ട് ഫേംസിന് ഇതേപോലെ റിസോഴ്സസ് കിട്ടേണ്ട ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മോണോപ്പൊളി നിൽക്കാനുള്ള വേറൊരു കാരണമാണ് ദിസ് എക്കണോമീസ് ഓഫ് സ്കോപ്പ്. ഫോർ എക്സാമ്പിൾ, ദ കോമൺ ഔട്ട്പുട്ട്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദ കാർസ് ആൻഡ് ട്രക്സ്. സോ ഇറ്റ് ഈസ് എക്കണോമിക്കൽ ഫോർ എ പ്രൊഡ്യൂസർ ടു പ്രൊഡ്യൂസ് ബോത്ത് അറ്റ് വൺ ഫേം. ഒരു ഫേമിൽ ഉണ്ടാക്കുന്ന അസുഖം രണ്ടിടത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട്. അപ്പം ഒരു ലാർജർ സൈസിൽ ഹ്യൂജ് ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വേറെ ആരെയും കയറ്റാതെ നിർത്തിയാൽ ദേ ക്യാൻ കൺട്രോൾ ദ മാർക്കറ്റ്. കാർസ് ആണെങ്കിലും ട്രക്സൊക്കെ അവർക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് എക്കണോമീസ് ഓഫ് സ്കോപ്പും ഒരു കാരണമാണ് മോണോപ്പൊളിക്ക് എന്ന് പറയാൻ ഒരു റീസൺ. തേർഡ് വൺ ഇസ് ദ എക്സ്ക്ലൂസീവ് ഓണർഷിപ്പ് ഓഫ് റോ മെറ്റീരിയൽസ്. എക്സ്ക്ലൂസീവ് ഓണർഷിപ്പ് ചിലപ്പോൾ ഒരു ഫേമിനോ അതുപോലെ ഒരാൾക്കോ മാത്രമായിരിക്കും ആ ഒരു റോ മെറ്റീരിയൽ യൂസ് ചെയ്യാനുള്ള റൈറ്റ്, അല്ലെങ്കിൽ അവർക്ക് വേറൊരു റൈവൽ ഫേമിനും ആ ഒരു റോ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടും ചിലപ്പോൾ നമുക്ക് മോണോപ്പൊളി ആകാം. ഇപ്പം ഇലക്ട്രിസിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഓരോ ഡാംസിൽ നിന്നൊക്കെയാണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്, അല്ലേ? മഴവെള്ളത്തിൽ നിന്നൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സോൾ റൈറ്റ് ഓഫ് ആ KEB ആണ്. വേറെ ആർക്കും അതിൻ്റെ റൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ മോണോപ്പൊളി മാർക്കറ്റായിട്ട് നിൽക്കുന്നത്. ബിക്കോസ് ദ റോ മെറ്റീരിയൽ ഈസ് ഓൺലി ദ സോൾ പ്രോപ്പർട്ടി ഓഫ് കേരള ഗവൺമെൻറ്റിൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് KEB മാത്രം അവിടെ ആക്ട് ചെയ്യുന്നത്. ഇഫ് ദ പ്രൈവറ്റ് ഏജൻസീസ് ആർ ഓൾസോ ഗിവൺ ഫെസിലിറ്റി എന്ത് പറ്റും, അവരും എൻട്രി ചെയ്യും. ഇപ്പോൾ പണ്ട് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക്സ് ഫുൾ എന്തായിരുന്നു, BSNL ആയിരുന്നു. ബട്ട് വിത്ത് ദ എൻട്രി ഓഫ് ന്യൂ പ്രൈവറ്റ് കമ്പനീസ് ലൈക്ക് ദ ജിയോ, എയർടെൽ, ഐഡിയ, ഇതെല്ലാം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാവർക്കും ഇതിൻ്റെ ആക്സസ് കൊടുത്തു, എല്ലാ പ്രൈവറ്റ് കമ്പനികൾക്കും ആക്സസ് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെല്ലാം ലോവർ കോസ്റ്റിലേക്ക് പ്രൊഡക്ട്സ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ മോണോപ്പൊളി ആയിരുന്ന മാർക്കറ്റിനെ പതുക്കെ എന്തായി, ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്ക് മാറിപ്പോയി. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, എക്സ്ക്ലൂസീവ് ഓണർഷിപ്പാണ് റോ മെറ്റീരിയൽസിൻ്റെ എങ്കിൽ എന്നാലും നമുക്ക് മോണോപ്പൊലി ഒരു കാരണമാകും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ പേറ്റൻറ്റ് ലോസ്. ദാറ്റ് ഈസ് പേറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ ആക്ടിവിറ്റി, അത് വാങ്ങാനും വിൽക്കാനും അത് യൂസ് ചെയ്യാനും ഒക്കെ റൈറ്റ് ഒരാൾക്ക് മാത്രം കൊടുക്കുകയാണ് എങ്കിൽ അതിനെ നമ്മൾ പേറ്റൻ്റ് എന്ന് പറയും. ഇപ്പോൾ പേറ്റൻ്റ് റൈറ്റ് നമ്മുടെ ഡാംസിൻ്റെ, ഹൈഡ്രോ ഇലക്ട്രിക് പവറിൻ്റെ ഒക്കെ എല്ലാം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് അത് പ്രൈവറ്റ് ഏജൻസി കൊടുത്താൽ മാത്രമേ ബാക്കി ആരും പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ, അത് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നത് പേറ്റൻറ്റ് റൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പേറ്റൻറ്റ് റോൾസും ഒരു മോണോപ്പൊലി ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. അപ്പം എക്സ്ക്ലൂസീവ് റൈറ്റ് കണ്ടിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ റെയിൽവേസും അതുപോലെയാണ്. റെയിൽവേസും വേറെ ആർക്കും ഇല്ല അല്ലേ? വേറെ ആരും ട്രെയിൻസ് ഓടിക്കുന്നുണ്ടോ? ഇല്ല. ഓൺലി ദ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയും റെയിൽവേസും ആണ് മെയിനായിട്ടുള്ള നമ്മുടെ മോണോപ്പൊലി മാർക്കറ്റായിട്ട് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കാരണങ്ങളാണ് പറഞ്ഞത്. ദ എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ദ എക്കണോമീസ് ഓഫ് സ്കോപ്പ്, ദെൻ എക്സ്ക്ലൂസീവ് ഓണർഷിപ്പ് ഓഫ് ദ റോ മെറ്റീരിയൽസ് ആൻഡ് ദ പേറ്റൻറ്റ് ലോസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഹൗ ടു ഡിറ്റർമിൻ ദ പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ദ മോണോപ്പൊലി. ഇപ്പോൾ പറഞ്ഞ ഈ മോണോപ്പൊളി മാർക്കറ്റിൽ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക? അപ്പോൾ എല്ലാ ഒരു മാർക്കറ്റിലെയും പ്രൈസ് ഡിറ്റർമിനേഷനാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കണം. നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ പഠിക്കണം. പെർഫെക്റ്റ് ഉണ്ട്, ഇംപെർഫെക്റ്റ് ഉണ്ട്. പെർഫെക്റ്റിൽ എങ്ങനെ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യും പല പീരീഡിൽ. ഇനി ഇൻപെർഫെക്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ഓരോരോ മാർക്കറ്റിലും മോണോപ്പൊലി ആണെങ്കിലും മോണോപ്പൊളിസ്റ്റിക് ആണെങ്കിലും ഒലിഗോപ്പൊലി ആണെങ്കിലും ഒക്കെ എങ്ങനെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ ആണ് നമ്മൾ എന്തിനാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ വാട്ട് ആർ ദി വേസ് ഇൻ വിച്ച് വി ക്യാൻ ഡിറ്റർമിൻ ദ പ്രൈസസ് ആൻഡ് മോണോപ്പൊലി. അപ്പം മോണോപ്പൊലി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനായിരിക്കും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ മേജർ എയിം അല്ലേ മോണോപ്പൊലി മാർക്കറ്റ്സിൻ്റെ. അപ്പം മാക്സിമൈസിങ് പ്രോഫിറ്റ് ഇസ് വൺ ഓഫ് ദി എയിം. സെക്കൻഡ്, പ്രൈസ് മേക്കേഴ്സ് ആയിരിക്കും ഇവരെപ്പോഴും. അവർ തന്നെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, വേറെ ഡിമാൻഡിനോ സപ്ലൈക്ക് അനുസരിച്ചൊന്നുമല്ല. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ പ്രൈസ് എന്ന് പറയുന്നത് അവർ ഫിക്സ് ചെയ്ത റേറ്റാണ്. റെയിൽവേസിനെ അവർ ഫിക്സ് ചെയ്യുന്നതാണ്. നമുക്ക് ഒരു കസ്റ്റമേഴ്സും അതിൻ്റെ മേലെ കൺട്രോൾ ഇല്ല. ബിക്കോസ് ഇഫ് ഇലക്ട്രിസിറ്റി ചാർജ് കൂടുതലാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു, എന്നാലും അവരുടെ ഇഷ്ടത്തിന് അവർക്ക് കുറയ്ക്കാനോ കൂട്ടാനോ പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ കൺട്രോൾ ഓഫ് ദി ഡിമാൻഡ് ഓഫ് ദി കസ്റ്റമേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ആർ കോൾഡ് ദ പ്രൈസ് മേക്കേഴ്സ് ബിക്കോസ് ദേ സെറ്റ് ദെയർ ഓൺ പ്രൈസസ്. അവർ മേക്കേഴ്സാണ്. പിന്നെ ഇതിൻ്റെ ഡിമാൻഡ് കർവ് നോക്കിയാൽ എപ്പോഴും ഇതിൻ്റെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഓക്കെ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് നമ്മുടെ മോണോപ്പൊലിയുടെ ഡിമാൻഡ് കർവ് കാണാറുള്ളത്. പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുന്ന അതേ കൺസെപ്റ്റ് അത് തന്നെയാണ് കാണുന്നത്. ആൻഡ് ഹിയർ ഓൾസോ വി വിൽ പ്രൈസ് ഓർ ഫിക്സ് ദ പ്രൈസ് വെൻ ദ MR ഈസ് ഈക്വൽ ടു MC കർവ് ഓർ ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മോർ ദാൻ MR ഗ്രേറ്റർ ദാൻ MC. MR ഈക്വൽ ടു MC അതിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യും. പിന്നെ MR MC കൂടുതലാണെങ്കിലും എന്താ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, കൂടുതൽ പ്രോഫിറ്റ് കിട്ടും വെൻ MR ഇസ് ഗ്രേറ്റർ ദാൻ MC. ദാറ്റ് ഈസ് മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനേക്കാളും കൂടുതൽ അല്ലേ, റവന്യൂ കോസ്റ്റിനേക്കാളും കൂടുമ്പോഴും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആവുന്ന സ്റ്റേറ്റിൽ നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും. ഇനി ഡിറ്റർമിൻ ചെയ്യുന്ന രീതികൾ നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഷോർട്ട് റണ്ണിൽ മോണോപ്പൊലിയുടെ ഇക്വിലിബ്രിയം, ഷോർട്ട് റൺ മോണോപ്പൊലി ഇക്വിലിബ്രിയവും അതുപോലെ ലോങ് റണ്ണിലും. നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ മാർക്കറ്റ് പീരീഡിലും ഷോർട്ട് പീരീഡിലും ലോങ് പീരീഡിലും ചെയ്തു. ഇവിടെ മോണോപ്പൊലിയിൽ നമ്മൾ ഷോർട്ട് റണ്ണിൽ എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഗ്രാഫ് കാണുന്നുണ്ട്, പ്രൈസ് ആണ് ഇവിടെ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ സീയിങ് ദ മാർജിനൽ റവന്യൂ കർവ്. നമ്മുടെ മാർജിനൽ റവന്യൂ കർവ് ഏതാണ്? ഇതാണ് മാർജിനൽ റവന്യൂ കർവ്. ദിസ് ഈസ് ആവറേജ് റവന്യൂ കർവ്, ദിസ് ഈസ് ആവറേജ് കോസ്റ്റ് കർവ് ആൻഡ് ദിസ് ഇസ് ആവറേജ് മാർജിനൽ കോസ്റ്റ് കർവ്. 4 കർവ്സ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? മാർജിനൽ റവന്യൂ, ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ ഉണ്ട്, ടേബിൾ 5.3. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഔട്ട്പുട്ട് അതുപോലെ പ്രൈസും നമ്മളുടെ കയ്യിലുണ്ട്. ദറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ആൻഡ് ദ പ്രൈസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1, 2, 3, 4 എന്ന 4 ഔട്ട്പുട്ട്സ് ഉണ്ടാവും. അതേപോലെ പ്രൈസ് 19, 17, 15, 13 പ്രൈസും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ വെച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് റണ്ണിൽ പ്രൈസ് ഫിക്സ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ തേർഡ് കോളമായിട്ട് വരുന്ന ടോട്ടൽ റവന്യൂ എന്ന് വെച്ചാൽ നമ്മളുടെ മുഴുവനുള്ള റവന്യൂ എത്രയാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇൻറ്റു പ്രൈസ് ആണല്ലോ നമ്മുടെ റവന്യൂ. അപ്പോൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ 1 × 2 എന്ന കൺസെപ്റ്റ് ആയിരിക്കും. സോ ഫസ്റ്റ് കേസിൽ 1 × 19 ദാറ്റ് വിൽ ബി 19. സെക്കൻഡ് കേസിൽ 2 × 17 34. അങ്ങനെ നമ്മൾ ടോട്ടൽ റവന്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ റവന്യൂ ബൈ ഔട്ട്പുട്ടാണ് ആവറേജ് അല്ലേ. ടോട്ടൽ ബൈ ദ യൂണിറ്റ്സിനെയാണ് നമ്മൾ ആവറേജ് എന്ന് പറയുക. അപ്പം 19/1
ദെൻ 34/2 17 അങ്ങനെ നമ്മൾ ആവറേജ് റവന്യൂ എടുക്കും. പിന്നെ മാർജിനൽ റവന്യൂ കാണും. പക്ഷേ ഓരോ ടോട്ടൽ റവന്യൂസിൻ്റെ ഡിഫറൻസ് 34 മൈനസ് 19 ആണ് 15. അതുപോലെ 45 മൈനസ് 34 ദാറ്റ് ഇസ് 11. 52 മൈനസ് 45 7. അങ്ങനെ നമ്മുടെ മാർജിനൽ റവന്യൂവും കിട്ടും. അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ആവറേജ് റവന്യൂ അത് വെച്ചിട്ടാണ് ഇവിടെ ആവറേജ് റവന്യൂ അതുപോലെ മാർജിനൽ റവന്യൂവും മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആവറേജ് റവന്യൂ നോക്കുമ്പോൾ 19 17 15 13 എന്ന വാല്യൂസാണ്. അത് പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈൻ വരുന്നു. പിന്നെ മാർജിനൽ റവന്യൂ ആയിട്ടുള്ള 15 11 ആൻഡ് 7 മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും. അപ്പം നമുക്ക് നോക്കുമ്പോൾ ആവറേജ് റവന്യൂ കർവ് എപ്പോഴും മാർജിനൽ റവന്യൂ കർവിൻ്റെ മുകളിലായിട്ടേ നമുക്ക് ഗ്രാഫ് വരത്തുള്ളൂ. ഇത് വെച്ച് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ AR കർവ് എപ്പോഴും എന്താണ് സ്ലോപ്പ് ഡൗണിങ്ങും ആയിരിക്കും, താഴോട്ടായിരിക്കും സ്ലോപ്പ് ചെയ്യുന്നത്. ബിക്കോസ് മോണോപ്പൊളിസ്റ്റിക്സ് ക്യാൻ സെൽ മോർ ഔട്ട്പുട്ട് അറ്റ് എ ലോവർ പ്രൈസ് ആൻഡ് വൈസ് വേഴ്സ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് കർവ് നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതെന്താ സ്റ്റോപ്പിംഗ് ഡൗൺവേർഡ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. ബിക്കോസ് നമ്മുടെ പ്രൈസ് കുറച്ച് വരുന്നതിനനുസരിച്ച് നമ്മുടെ ക്വാണ്ടിറ്റി എന്താ കൂടുതലായിരിക്കും ആൾക്കാർ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ വരച്ചു. ആൻഡ് ഓൾ ദ കസ്റ്റമേഴ്സ് ആർ ചാർജ് ദ സെയിം പ്രൈസ് ആൻഡ് ദ പ്രൈസ് ആൻഡ് AR ഓൾസോ ഷോൺ ഇൻ ദ ടേബിൾ. അപ്പം നമ്മൾ എല്ലാവർക്കും ഒരേപോലെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പം പലവർക്കും പല റേഞ്ചോ ഒന്നുമല്ല, എല്ലാവർക്കും ഒരുപോലെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെന്ന കൺസെപ്റ്റ് നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ MR കർവ് ഇസ് എ മാർജിനൽ റവന്യൂ കോസ്റ്റ് ആൻഡ് ഇറ്റ് ഓൾവേസ് ലൈസ് ബിലോ ദ AR കർവ്. ആ ലൈൻസ് വെച്ച് പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ കിട്ടുന്നത്. ഇനി നമ്മളൊരു പോയിന്റ് നോക്കുക. നമ്മുടെ MR കർവ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. നേരത്തെ പറഞ്ഞായിരുന്നു MR ഈസ് ഈക്വൽ ടു MC എന്ന പോയിന്റിലാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഹിയർ ഓൾസോ വി ആർ സേയിങ് ദ MR കർവ് ദാറ്റ് ഇസ് മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്. അപ്പോൾ ഇത് രണ്ടും കൂടെ എത്തിയ ഒരു പോയിന്റ് ഉണ്ട്, അതാണ് ഈക്വിലിബ്രിയം. അപ്പം ഒരു ഷോർട്ട് റൺ മോണോപ്പൊളിയുടെ ഈക്വിലിബ്രിയം എന്ന് പറയുന്നതും MRനെ MC കട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ ആയിരിക്കും അല്ലേ. MRനെ MC കട്ട് ചെയ്യണു. ഇതെവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത്? ഫ്രം ദ ടോപ്പാണ് കട്ട് ചെയ്യുന്നത്, നോട്ട് ഫ്രം ബിലോ. താഴേന്നല്ലല്ലോ കട്ട് ചെയ്യുന്നത്, മോളിൽ നിന്നാണ്. കട്ടിങ് ഫ്രം എബൂവ് ആണ് കാണുന്നത്. ഇങ്ങനെയുള്ള കർവിനെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പോയിന്റിനെ നമ്മൾ ഈക്വിലിബ്രിയം പോയിന്റ് എന്ന് എടുത്തു. ഹിയർ or his profit is maximum at this point. ഈ പോയിന്റിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. ആൻഡ് if he attempts to produce any unit beyond OM, പക്ഷേ ഈ OMനേക്കാളും കൂടുതൽ ഉണ്ടാക്കാൻ നോക്കുകയാണ് അല്ല, OQനേക്കാളും കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഔട്ട്പുട്ടിനേക്കാളും കൂടുതൽ ഇവിടേക്ക് എത്തി. അപ്പോൾ നമ്മുടെ മാർജിനൽ ഈ പോയിന്റ് വളരെ കുറവായിരിക്കും, താഴോട്ടാണ് പോവുക അല്ലേ. ഇത് ഇങ്ങോട്ട് നീങ്ങുന്നതിനനുസരിച്ച് ഈ ഗ്രാഫിൻ്റെ പൊസിഷൻ ഇപ്പുറത്തോട്ട് മാറാം. അപ്പോൾ താഴോട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ കാണുന്ന പോയിൻ്റാണ് ദിസ് വൺ, ദാറ്റ് ഇസ് E. MR ഈസ് ഈക്വൽ ടു MC എന്നത്. ഓക്കെ, ആൻഡ് MC വിൽ എക്സീഡ് MR വിച്ച് വിൽ റെഡ്യൂസ് ഇറ്റ്സ് ടോട്ടൽ പ്രോഫിറ്റ്. MR എപ്പോഴും എന്ത് പറ്റും? MCനേക്കാളോ അല്ലെങ്കിൽ MC MRനേക്കാൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. കോസ്റ്റ് കൂടി വരും ഇങ്ങോട്ട് പോകുമ്പോൾ അല്ലേ. ഇത് കുറവാണ്, പിന്നെ ഇത് കൂടിയാണ് വരുന്നത്. MRനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഗ്യാപ്പിനേക്കാളും കൂടിയല്ലേ ഇപ്പുറത്തോട്ട് വരുന്നത്. ഗ്യാപ്പ് കൂടി വരും. അപ്പോൾ ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് MR അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് കൂടി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത്. സോ ഇത് തന്നെയാണ് നമ്മളുടെ ഷോർട്ട് റണ്ണിൽ ഫിക്സ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? MR കർവ് വരച്ചു, AR കർവും വരച്ചു ബേസ്ഡ് ഓൺ ദി പ്ലോട്ട്സ്, അല്ലെങ്കിൽ നമുക്ക് ആ ടേബിളിനനുസരിച്ച് വരച്ചു. അതിനുശേഷം നമ്മൾ MC കർവും വരച്ചു. അതുപോലെ MC കർവിനെ പോലെ തന്നെ AC കർവും വരച്ചു, ആവറേജ് കോസ്റ്റിന് കർവും വരച്ചു. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ MC കർവ്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയായിരുന്നു? മാർജിനൽ കോസ്റ്റിൻ്റെ ആകുമ്പോൾ ഇങ്ങനെ വരും, ആവറേജ് കോസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മളുടെ പോയിന്റുകൾ നോക്കി, വെൻ ദ MR ഈസ് ഈക്വൽ ടു MC എന്ന പോയിന്റിലാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. സോ ദിസ് ഇസ് എ പോയിന്റ് വേർ വി ഫൈൻഡ് ദ നോർമൽ പ്രോഫിറ്റ്. ഇനി ഇവിടെ ഒരു ഷെയ്ഡഡ് ഏരിയാസ് കാണുന്നുണ്ട് അല്ലേ. ഈ ഒരു ഷെയ്ഡഡ് ഏരിയ, ഈ ഷെയ്ഡഡ് ഏരിയന് ഇവിടെ GCBP എന്നാണ് മാർക്ക് ചെയ്യുന്നത്, GCPP. Okay, so this is the area of total supernormal profit. Supernormal profit കാണുന്ന ഒരു ഏരിയ ആണ് this GCBP. So here we will identify or we will find the supernormal profit by multiplying the CB into OQ.
CB ഇൻറ്റു OQ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ GCO എന്ത് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ടോട്ടൽ നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ദ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏരിയ. ഇതാണ് നമ്മുടെ ഷോർട്ട് റണ്ണിലെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഇതാണ് നമ്മുടെ നോർമൽ പ്രോഫിറ്റിൻ്റെ ഏരിയ. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ദ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് എ മോണോപോളിസ്റ്റിക് അല്ലെങ്കിൽ മോണോപോളി ഇക്വിലിബ്രിയത്തിലുള്ള ഷോർട്ട് റൺ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇനിയുള്ള സെക്കൻഡാണ് ലോങ് റൺ മോണോപ്പൊലി ഇക്വിലിബ്രിയം. നമ്മുടെ ലോങ് റണ്ണിൽ എവിടെയാണ് നമ്മൾക്ക് ടോട്ടൽ നമ്മുടെ പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇവിടെയും എന്താണ് ഫസ്റ്റ് MR കർവ് വരയ്ക്കുന്നുണ്ട്. ദിസ് ഇസ് MR കർവ്, ദെൻ ദിസ് ഇസ് AR കർവ്. ഇത് AR കർവാണ്. ഓക്കെ, MRും വന്നു, AR കർവും വന്നു. ഓക്കെ, so next the marginal cost curve, then average cost curve. മറ്റേ ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ടല്ലേ? ഓക്കെ, ദർ ഇസ് സ്മോൾ ചേഞ്ചസ്, ചെറിയ ചേഞ്ചേ ഉള്ളൂ. അപ്പം ഇങ്ങനെ വരും ഗ്രാഫ്. ഈ പോയിന്റിലാണ് നമ്മുടെ MR, ദിസ് ഇസ് MR, ദിസ് ഇസ് AR. അപ്പോൾ MR കർവിനെ കട്ട് ചെയ്യുന്ന ആ പോയിന്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് എ പോയിന്റ് അല്ലേ? MR ഈക്വൽ ടു MC എന്നുള്ളത് ഈ ഒരു പോയിൻ്റാണ്. ഇവിടെയാണ് നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ പോയിന്റ് വേർ വി ഡിറ്റർമിൻ ദ പ്രൈസസ് ഇസ് എ ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ദ ലോങ് ടേം. നമ്മുടെ ലോങ് റണ്ണിലുള്ള ഇതാണ് ലോങ് റണ്ണിലെ മാർജിനൽ കോസ്റ്റ് കർവ് അല്ലേ? ലോങ് റൺ മാർജിനൽ കോസ്റ്റ്, ഇത് ലോങ് റൺ മാർജിനൽ റവന്യൂ. ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് റണ്ണിൽ ലോങ് റണ്ണിൽ ഡിറ്റർമിൻ ചെയ്യുക, ഇതാണ് ഇവിടെ കാണിച്ചത്. ഇനി നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കിയാൽ പ്രൈസ് നമുക്ക് എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് നോക്കാം. നിങ്ങളുടെ ഇല്ലസ്ട്രേഷൻ 2 ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ദിസ് ഇസ് ദ ആൻസർ ഇസ് ഓൾസോ ഷോൺ ഹിയർ. ദിസ് ഇസ് എ സൊല്യൂഷൻ ഫോർ ദ സെയിം. അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇല്ലസ്ട്രേഷൻ 1 നോക്കണം ടെക്സ്റ്റിലെ. ഇല്ലസ്ട്രേഷൻ 2ൽ നിങ്ങളുടെ ആൻസർ ചെയ്തിരിക്കുന്നതിൽ ഒരു ചെറിയ തെറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ പിന്നെയും ഇത് ആ ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഓൾവേസ് റിമെമ്പർ ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് റോങ് എന്ന് പറയാമെന്ന് പറഞ്ഞാൽ അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന യൂണിറ്റ്സ് മാർക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് വ്യത്യാസത്തിലാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ ഇവിടെയും നമ്മൾ എന്താ പ്രൈസും ഔട്ട്പുട്ടും ടോട്ടൽ കോസ്റ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. പ്രൈസ് ഫോർ ദ പ്രൊഡക്റ്റ്, ദെൻ വാട്ട് ഇസ് ഔട്ട്പുട്ട് ആൻഡ് ദ ടോട്ടൽ കോസ്റ്റ് റിക്വയർഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തന്നു. അപ്പം പ്രൈസ് 10 ആയിരുന്നപ്പോൾ ഔട്ട്പുട്ട് 10 ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 120. ദെൻ 9 പ്രൈസ് ഇട്ടപ്പോൾ 20, ദെൻ 160. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എപ്പോഴാണ് നമ്മൾ പ്രൈസ് ഔട്ട്പുട്ട് കോമ്പിനേഷൻ ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് റേഞ്ച് ഏതാണ്, അതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഫസ്റ്റ് യു വൺ റൈറ്റ് ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതണം. ദ പ്രൈസ്, ദെൻ ഔട്ട്പുട്ട് ആൻഡ് ഓൾസോ ദ ടോട്ടൽ കോസ്റ്റ് ഇസ് റിട്ടൺ ഹിയർ. ഇനി പ്രൈസും ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പ്രൈസിൻ്റെ ഔട്ട്പുട്ടാണ് ടോട്ടൽ റവന്യൂ ആയിട്ട് 10 × 10 100, 9 × 20 180, ദെൻ 8 × 30 240, 7 × 40 280 ആൻഡ് 6 × 50 300. അപ്പോൾ ടോട്ടൽ റവന്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ മാർജിനൽ റവന്യൂ, നമുക്ക് മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? എപ്പോൾ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനോട് ഈക്വൽ ആവുന്നു അതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ആ ഇക്വിലിബ്രിയം പോയിന്റിലാണ് നമുക്ക് എപ്പോഴും മാക്സിമം ഔട്ട്പുട്ട്, നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക. ആ ഒരു പ്രൈസും ആ ഒരു ഔട്ട്പുട്ടുമാണ് നമ്മൾ സെലക്റ്റും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മാർജിനൽ റവന്യൂ കണ്ടുപിടിച്ചു. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ദ TR2 മൈനസ് TR1, TR3 മൈനസ് TR2, അങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നോക്കി നമുക്ക് കമ്പയർ ചെയ്യാനൊന്നുമില്ല, ഹയർ റേഞ്ച് ഒന്നുമില്ല. അതുകൊണ്ട് മാർജിനൽ റവന്യൂ ബ്ലാങ്ക് ആയിരിക്കും. സെക്കൻഡ് കേസ് നോക്കുകയാണെങ്കിൽ 180 മാർജിനൽ റവന്യൂ അല്ലേ, 180 മൈനസ് 100 ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്. എല്ലാ പ്രാവശ്യം ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ MR എന്ന് പറഞ്ഞാൽ ഡെൽറ്റ MR മാർജിനൽ റവന്യൂ ഈക്വൽ ടു ഡെൽറ്റ TR ബൈ ഡെൽറ്റ Q ആണ്. ഡെൽറ്റ TR ബൈ ഡെൽറ്റ Q, ചേഞ്ച് ഇൻ ദ ടോട്ടൽ റവന്യൂ ബൈ ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട്. ഇതാണ് മാർജിനൽ റവന്യൂ അല്ലേ? ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ കോസ്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ 180 മൈനസ് 100 ഡിവൈഡഡ് ബൈ 20 മൈനസ് 10 എന്ന് വെച്ചാൽ 10. ഇവിടെ എല്ലാം 10 ആണ് ഡിഫറൻസ്. 50 മൈനസ്
40 10 ആണ്, 40 മൈനസ് 30 10 ആണ്, 30 മൈനസ് 20 10 ആണ്, 20 മൈനസ് 10 10 ആണ്. അപ്പോൾ ഈക്വലി ആണ് ഔട്ട്പുട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഡിവൈഡ് ബൈ 10 ചെയ്യുക. അപ്പോൾ 180 മൈനസ് 100 ബൈ 10. സോ ഇറ്റ് ഈസ് 8. നെക്സ്റ്റ് കേസിലാകുമ്പോൾ 240 മൈനസ് 80, ദാറ്റ് ഇസ് 60 ബൈ 10, 6. 280 minus 240 by 10, that is 40 by 10, 4. 300 minus 280 by 10, 50 minus 10, 50 minus 40, that is 10. അപ്പോൾ ഇത് എത്രയാണ്? 20 by 10, so that is 2. അങ്ങനെ നമ്മുടെ മാർജിനൽ റവന്യൂ കിട്ടി. ഇനി നമ്മൾ മാർജിനൽ കോസ്റ്റ് എഴുതി. ടോട്ടൽ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ? ടോട്ടൽ കോസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതേ കാര്യങ്ങൾ ഇവിടെ എഴുതി. എന്നിട്ട് നമ്മൾ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. മാർജിനൽ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഇതേപോലെ തന്നെ മാർജിനൽ റവന്യൂ കണ്ടുപിടിച്ച പോലെ തന്നെ ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യൂ, ഔട്ട്പുട്ട് ഡിഫറൻസ് ബൈ ദ കോസ്റ്റ് ഡിഫറൻസ്. സോ ഹിയർ വാട്ട് വിൽ ബി? ആദ്യത്തെ കേസിൽ ഒന്നുമില്ല അല്ലേ? ഇത് കമ്പയർ ചെയ്യാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ഇവിടെയും കമ്പയർ ചെയ്യാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് ബ്ലാങ്ക്. സെക്കൻഡ് കേസിൽ 160 മൈനസ് 120 ഡിവൈഡഡ് ബൈ 20 മൈനസ് 10. സോ ദിസ് ഇസ് 40 by 10. Here it is 20 by 10, that is 2. Then 220 minus 180, 40 by 10, 4. And 280 minus 220 by 10, that is 60 by 10, 6. അങ്ങനെ നമ്മുടെ മാർജിനൽ റവന്യൂ കർവും കിട്ടി, മാർജിനൽ കോസ്റ്റ് കർവും എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് നോക്കും? എപ്പോഴാണ് മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റ് ഈക്വൽ ആകുന്നത് എന്ന് നോക്കി. ഫസ്റ്റ് കേസിൽ ഒന്നുമില്ല. ഹിയർ ഇറ്റ് ഇസ് 8, ഹിയർ ഇറ്റ് ഇസ് 4, ഹിയർ ഇറ്റ് ഇസ് 6, ഹിയർ ഇറ്റ് ഇസ് 2, ഹിയർ ഇറ്റ് ഇസ് 4 ആൻഡ് ഹിയർ ഓൾസോ ഇറ്റ് ഇസ് 4. അപ്പോൾ ഈ ഒരു കേസിലാണ് നമുക്ക് മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിട്ട് വന്നത്. സോ ദിസ് ഇസ് ദ price and the output at which we will get a profit. So the profit is maximum at a price and output where MR equal to MC. That is at this one the price, ഈ ഒരു പ്രൈസിൽ ഇത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് എന്താ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. സോ ഹെൻസ് ദ മോണോപ്പൊളിസ്റ്റ് പ്രോഫിറ്റ് ഇസ് മാക്സിമം വെൻ ഹി സെൽസ് 40 യൂണിറ്റ്സ് അറ്റ് എ പ്രൈസ് ഓഫ് 7. 40 യൂണിറ്റ്സ് 7 എന്ന പ്രൈസിൽ വിൽക്കുമ്പോഴാണ് അയാൾക്ക് എപ്പോഴും പ്രോഫിറ്റ് കിട്ടുക. സോ 280 റവന്യൂ കിട്ടുമ്പോഴാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ സീയിങ് വെൻ ദിസ് MR ഇസ് ഈക്വൽ ടു MC. MR MC ഈക്വൽ ആവുന്ന ഒരു പോയിന്റ്, ആ പോയിന്റിലുള്ള പ്രൈസും അതുപോലെ ഔട്ട്പുട്ടും എടുത്തു. ഇങ്ങനെയാണ് നമ്മൾ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഈ എക്സാമ്പിളും എഴുതണം. അതേപോലെ നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ ഒരു മോണോപ്പൊളി മാർക്കറ്റിൽ, ഇംപെർഫെക്റ്റ് മാർക്കറ്റിലെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ മോണോപ്പൊളി മാർക്കറ്റിൽ എങ്ങനെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും, അതിൻ്റെ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഡയഗ്രാംസും വരയ്ക്കണം. അതുപോലെ ഈ ഒരു എക്സാമ്പിൾ എഴുതുക. ഓക്കെ, സോ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്, പിന്നെ മോണോപ്പൊളി ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ തമ്മിലൊന്ന് കമ്പയർ ചെയ്തിട്ട് ഇവിടെ എഴുതിയിരിക്കുക. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ്, ബട്ട് ഇൻ മോണോപ്പൊളി ദർ ഇസ് ഓൺലി വൺ സെല്ലർ. ദെൻ ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദ സെല്ലേഴ്സ് ആർ പ്രൈസ് ടേക്കേഴ്സ് അല്ലേ? വേറൊരു കോമ്പറ്റീറ്റർ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും പ്രൈസ് ടേക്കേഴ്സ് ആയിരിക്കും ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ എല്ലാ സെല്ലേഴ്സും. പിന്നെ മോണോപ്പൊളിയിലാണെങ്കിലോ അവരാണ് തീരുമാനങ്ങൾ എടുക്കുക, എത്ര പ്രൈസ് ഫിക്സ് ചെയ്യണമെന്നുള്ളത് അവരാണ് തീരുമാനം എടുക്കുക. സോ ദേ ആർ ദ പ്രൈസ് മേക്കേഴ്സ്. ദെൻ ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ DD കർവ് ഈസ് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ. നമ്മുടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മുടെ DD കർവ് കാണാറ് അല്ലേ? സ്ട്രെയിറ്റ് ആയിട്ടാണ് കാണുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഡിമാൻഡ് എങ്ങനെയാണെങ്കിലും മാറ്റങ്ങൾ വരുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ, ഓൾവേസ് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടലായി കാണുക. വൈൽ ഇൻ ദ മോണോപ്പൊളി ഡിമാൻഡ് കർവ് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് നമ്മൾ ഒരു മോണോപ്പൊളി മാർക്കറ്റിൽ കാണുക. ഹിയർ MR ഈക്വൽ ടു AR എന്ന കണ്ടീഷനിലാണ് നമ്മൾ പ്രോഫിറ്റ് മാക്സിമം എന്ന് പറയുന്നത്, മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പോയിന്റ് MR ഈക്വൽ ടു AR ആയിരിക്കും. പക്ഷേ MR എപ്പോഴെങ്കിലും ARനേക്കാളും കുറഞ്ഞു വരുമ്പോൾ നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടും, കൂടുതലായി പ്രോഫിറ്റ് കിട്ടും, നമുക്ക് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും. ആ ഒരു കേസാണ് ദിസ് മോണോപ്പൊളിയിൽ. പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് എല്ലാവരും വിൽക്കുന്ന ഒരേപോലത്തെ ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഹോമോജീനസ് പ്രൊഡക്റ്റ് ആയിരിക്കും. പക്ഷേ ഒരു മോണോപ്പൊളി മാർക്കറ്റിൽ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും, പക്ഷേ ഹെട്രോജീനിയസ് പ്രൊഡക്ട്സ് ആയിരിക്കും അവർ വിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രോസ് ഇലാസ്റ്റിറ്റി നമ്മൾ പറഞ്ഞു ഇറ്റ് വിൽ ബി ഓൾവേസ് 0 ഓർ നെഗറ്റീവ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല, കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആവാം, പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ഓൾവേസ് നെഗറ്റീവ് ഓർ 0 ക്രോസ് ഇലാസ്റ്റിറ്റി നോക്കും. ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപ്പൊളി മാർക്കറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോഴുള്ള ഫീച്ചേഴ്സ്. ഓക്കെ, the next concept is price discrimination.
പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ, ഡിസ്ക്രിമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പലവർക്കും പല രീതിയിൽ കാണിക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുക. അപ്പം പല ആൾക്കാർക്ക് പല രീതിയിലുള്ള പ്രൈസിൽ നമ്മൾ ഒരേ ഗുഡ് വിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് സെയിം പ്രൊഡക്റ്റ് സോൾഡ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് ടു ഡിഫറെൻറ്റ് ബയേഴ്സ്. സെയിം പ്രൊഡക്റ്റാണ്, പക്ഷെ പല ബയേഴ്സിന് പല റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്, പല പ്രൈസിൽ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ റെയിൽവേസിൻ്റെ തന്നെ പല രീതിയിലുള്ള സീറ്റ്സ് ഉണ്ട് അല്ലേ. അതിൽ സൂപ്പർ AC ക്ലാസ് ഉണ്ട്, പിന്നെ ക്ലാസ് 1, ക്ലാസ് 2, ദെൻ അൺറിസർവ്ഡ്, അങ്ങനെ പല രീതിയിലുള്ള സീറ്റുകളാണ് നമുക്ക് റെയിൽവേയിലുള്ളത്. അപ്പോൾ ഒരേ പ്രൊഡക്റ്റാണ്, ആ ട്രെയിനിൽ പോകാനുള്ള ഒരേ പ്രൊഡക്റ്റാണ്, പക്ഷേ അതിൻ്റെ പർപ്പസൊക്കെ ഒന്നാ അല്ലേ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് എത്തുക, അത് തന്നെയാണ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ് റേറ്റ് പർപ്പസ് എങ്കിലും പല റേറ്റിലാണ് പല റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുക. ദീസ് ആർ ഓഫ് 3 ടൈപ്സ്. 3 രീതിയിൽ നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചെയ്യും. ദാറ്റ് ഈസ് പേഴ്സണൽ, ലോക്കൽ ഓർ അക്കോർഡിംഗ് ടു ദ യൂസ്. ദാറ്റ് ഈസ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ, പല ആൾക്കാർക്കനുസരിച്ച് പല റേറ്റ് കൊടുക്കുന്നു. ചിലപ്പോൾ നമ്മളുടെ ഇന്ത്യൻ റെയിൽവേസ് തന്നെയാണെങ്കിൽ ഒരു നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിന് ഒരു റേറ്റും ഫോറിൻ സിറ്റിസൺസിന് വേറെ റേറ്റും ആയിരിക്കും. ഓക്കെ, അതൊരു പേഴ്സണലാണ്. നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പേഴ്സൺസ് അനുസരിച്ച് മാറുന്നു. അതുകൊണ്ടാണ് അതിന് പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുക. സോ ഫോർ എൻ ഇന്ത്യൻ കസ്റ്റമർ ഇറ്റ് വിൽ ബി അനദർ ചാർജ് ആൻഡ് ഫോർ ഫോറിൻ ഇറ്റ് വിൽ ബി അതർ. നമ്മുടെ ഒരു ഇന്ത്യൻ റെയിൽവേസ് ആണെങ്കിൽ. സെക്കൻഡ് അബൌട്ട് ദ ലോക്കൽ എന്ന് പറഞ്ഞാൽ പല ലൊക്കാലിറ്റീനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൈസ് മാറ്റുന്നു. ഇപ്പം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില തന്നെ നല്ല ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കിയാൽ അവിടെ പ്രൈസുകൾക്ക് വ്യത്യാസമായിരിക്കും. ഒരു ഇന്ത്യയിൽ നമ്മുടെ പ്രൈസ് റേഞ്ച് ആയിരിക്കില്ല വേറെ ഒരു കൺട്രിയിൽ. അപ്പോൾ UAE പെട്രോളിൻ്റെ ഡീസലിൻ്റെ വിലയല്ല ഇന്ത്യയിലെ റേറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ലോക്കാലിറ്റി ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പ്രൈസസ് ഫിക്സ് ചെയ്യാം. പിന്നെ അക്കോർഡിംഗ് ടു ദ യൂസ്, ആൾക്കാർ ആരാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട്. ഇപ്പം ഇലക്ട്രിസിറ്റി തന്നെ ചിലപ്പോൾ ഡൊമസ്റ്റിക് യൂസ് ഇലക്ട്രിസിറ്റി ഉണ്ട്, ഇൻഡസ്ട്രിയൽ യൂസ് ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചാർജ് വ്യത്യാസമാണ്. അതേപോലെ ഇപ്പോൾ കുക്കിംഗ് ഗ്യാസ് ചിലപ്പോൾ നമ്മുടെ ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, കൊമേഴ്ഷ്യലി യൂസ് ചെയ്യും. ഹൗസ് ഹോൾഡിൻ്റെ റേറ്റ് ഒന്നും കൊമേഴ്ഷ്യലിൻ്റെ റേറ്റ് വേറെയാണ്. അപ്പോൾ അതൊക്കെയാണ് മേജർ 3 ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ: പേഴ്സണൽ, ലോക്കൽ ആൻഡ് അക്കോർഡിംഗ് ടു ദ യൂസ്. നെക്സ്റ്റ്, വാട്ട് ഇസ് ഒബ്ജക്റ്റീവ്? നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? പ്രോഫിറ്റ് കൂട്ടുക, ദാറ്റ് വി നോ. സെക്കൻഡ്, to sell off the accumulated inventory, especially due to wrong demand forecasting. ചിലപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് കുറേ പ്രൊഡക്റ്റ് സെല്ലാകും, നമുക്ക് കുറേ സെയിൽസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം നമ്മൾ ഗുഡ്സ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷേ നമ്മളുടെ അതൊരു റോങ് കൺസെപ്റ്റായി, നമ്മളെ ഫോർകാസ്റ്റ് തെറ്റിപ്പോയത് കൊണ്ടായിരിക്കും. നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് കുറേ ഇൻവെൻട്രി ബാക്കി. അപ്പോൾ അതെങ്ങനെയെങ്കിലും വിറ്റ് പോകാൻ വേണ്ടി നമ്മൾ പല ആൾക്കാർക്ക് പല റേറ്റിൽ കൊടുക്കും. ഇതെങ്ങനെയെങ്കിലും വിറ്റ് പോകാം. അതൊരു ഡിസ്ക്രിമിനേഷൻ, ഒരു ഒബ്ജക്റ്റീവാണ്. അങ്ങനെ വിറ്റ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ദെൻ ടു പെനട്രേറ്റ് ഇൻ ടു ന്യൂ മാർക്കറ്റ് സെക്ഷൻ. ചിലപ്പം ചില മാർക്കറ്റിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിൽ പോകത്തില്ല. അപ്പോൾ ചിലപ്പോൾ കുറവ് പ്രൈസ് കൊടുത്താൽ ചില മാർക്കറ്റിലേക്ക് നമുക്ക് പെനട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പെനട്രേഷൻ പ്രൈസിങ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിസ്ക്രിമിനേഷൻ ഉപയോഗിക്കാം. ദെൻ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അതേപോലെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്ന കൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉപയോഗിക്കാം. ചിലപ്പോൾ നമ്മൾ പ്രൈസ് വളരെ കുറച്ച് കൊടുക്കുകയാണ് ഒരു ഗുഡെങ്കിൽ ആൾക്കാർ കൂടുതൽ ആ ഗുഡ്സ് വാങ്ങും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആൾക്കാർ കുറേ വാങ്ങി ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലേക്ക് എത്തിയ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചെയ്യാം. അതേപോലെ തന്നെ ടു എൻറ്റർ ഇൻ ടു ഓർ റീറ്റെയിൻ ദ എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് എ ലോ പ്രൈസ് ദാൻ ദ പ്രൈസ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ് മേ ബി ചാർജ് ഇൻ ദ എക്സ്പോർട്ട് മാർക്കറ്റ് ഇൻ ഓർഡർ ടു പെനട്രേറ്റ് ഇൻ എ ന്യൂ മാർക്കറ്റ് ഓർ റീറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് വെർ ദർ ഇസ് എ സ്റ്റിഫ് കോമ്പറ്റീഷൻ അല്ലേ. ചിലപ്പം നമ്മുടെ എക്സ്പോർട്ട് മാർക്കറ്റിൽ നമുക്ക് ഭയങ്കര വലിയൊരു കോമ്പറ്റീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ വിൽക്കുന്നതിനേക്കാളും ചിലപ്പോൾ ചീപ്പർ റേറ്റിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യും. ബിക്കോസ് ദേ ഹാവ് ദർ ആർ കോമ്പറ്റീറ്റേഴ്സ്. നമുക്ക് എക്സ്പോർട്ട് കൂട്ടിയാൽ ഇതേപോലെ ആ സ്കെയിൽ പ്രൊഡക്ഷൻ എത്തിക്കാം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് സിറ്റുവേഷൻ നല്ല ഫേവറബിളാണ്, നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഒന്നുമില്ല എക്സ്പോർട്ട് മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യൻ പ്രൊഡക്റ്റിന്
വേറെ കോമ്പറ്റീറ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്പൈസസ് ഒക്കെ നമുക്കിവിടെ കിട്ടുന്ന വിലയ്ക്കല്ല ഫോറിൻ കൺട്രിയിൽ കിട്ടുന്നത്. ദേ വിൽ ബി ചാർജ് ഹൈ ബിക്കോസ് ദർ ആർ നോ അതർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്പൈസസ്. നമ്മൾ ഇന്ത്യൻ പ്രൊഡക്ട്സ് കൊടുക്കുന്ന ഈ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന സ്പൈസസിൻ്റെ അത്രയും ഒന്നും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വേറെ എവിടെയും കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചിലപ്പോൾ പ്രൈസ് കൂട്ടിയിട്ട് വിൽക്കും, ഇന്ത്യയിൽ വിൽക്കുന്നതിനേക്കാളും കൂട്ടിയിട്ട് വിൽക്കും. അതൊക്കെ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ഉപയോഗമാണ്. സോ എക്സ്പോർട്ട് മാർക്കറ്റിൽ റീറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ പെനട്രേറ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉപയോഗിക്കാം. അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ കുറേ കണ്ടീഷൻസ് ശരിയാണെങ്കിൽ മാത്രമേ, സിറ്റുവേഷൻസിൽ മാത്രമേ നമുക്ക് ഈ ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പറ്റൂ. അതിൽ ഒന്നാണ് വർക്ക്സ് അണ്ടർ മോണോപ്പൊളി മാർക്കറ്റിൽ മാത്രമേ നമുക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ 2-3 സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി, ഇപ്പോൾ 2-3 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയി നമുക്ക് പ്രൈസ് കൂട്ടി കുറച്ചൊന്നും വിൽക്കാൻ പറ്റില്ല. ബിക്കോസ് ബേസ്ഡ് ഓൺ ദം ഓൾസോ അവർ പ്രൈസ് വിൽ ഡിഫർ അല്ലേ. അവർക്ക് തീരുമാനത്തിനനുസരിച്ച് നമ്മുടെ പ്രൈസിന് വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഒരു മോണോപ്പൊളി എന്ന മാർക്കറ്റിൽ മാത്രമേ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ഉള്ളൂ. പിന്നെ ഡിവിഷൻ ഓഫ് മാർക്കറ്റ് ഇൻറ്റു സബ് മാർക്കറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ മെയിൻ മാർക്കറ്റിനെ സബ് മാർക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ വേണം നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ. അതല്ലാതെ ഡിവിഷൻ ചെയ്യാതെ നമുക്ക് മാർക്കറ്റിലേക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏതൊരു മാർക്കറ്റിലാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്, ഏതൊരു മാർക്കറ്റിലാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇതൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം അറിയാൻ വേണ്ടി നമ്മൾ നമ്മുടെ മെയിൻ മാർക്കറ്റിനെ സബ് മാർക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അഡോപ്റ്റ് ചെയ്യാൻ ബേസ്ഡ് ഓൺ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ദി മാർക്കറ്റ്. നെക്സ്റ്റ് അബൌട്ട് ദി transfer of good. That is, it is not possible to transfer from one market to another any unit of commodity for which the price discrimination is resorted to by a monopolist. അപ്പം ചിലപ്പോൾ ഇത് നഷ്ടമാകും. ചീപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഒരു ഡിയറർ മാർക്കറ്റിലേക്കാണ്, ചീപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ചുകൂടെ നല്ലൊരു മാർക്കറ്റിലേക്കാണ് നമ്മുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോണേ. അപ്പം അങ്ങനെ സംഭവിക്കുന്ന നമ്മുടെ ഡിസ്ക്രിമിനേഷൻ നഷ്ടമാവുകയല്ലേ. കുറഞ്ഞ വിലക്കുള്ള മാർക്കറ്റിൽ നിന്ന് എടുത്ത് കൂടുതൽ വിലക്കുള്ള മാർക്കറ്റിലേക്ക് വിൽക്കുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കണ്ടീഷൻ തന്നെ തെറ്റിപ്പോവും. പിന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതും കൂടെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചെയ്യേണ്ടത്. ഇപ്പം ഭയങ്കര ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ളിടത്ത് നമുക്ക് ഹൈ പ്രൈസ് കൊടുക്കാം. നമ്മൾ എത്ര പ്രൈസ് മാറ്റിയാലും എത്ര പ്രൈസ് കൂട്ടിയാലും ക്വാണ്ടിറ്റിക്ക് ഒരു വ്യത്യാസം വരില്ല, ആൾക്കാർ വാങ്ങുന്നത് തന്നെ വാങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് ഇലാസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയാം. അപ്പോൾ പ്രൈസ് ഇൻഇലാസ്റ്റിസിറ്റി കൂടുതലുള്ളൊരു സ്ഥലത്ത് നമുക്ക് ഹൈ പ്രൈസിൽ കൊടുക്കാം. എന്നാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള പ്രൈസ് ഇലാസ്റ്റിസിറ്റി വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ചേഞ്ച് ബേസ്ഡ് ഓൺ ദി പ്രൈസ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ചേഞ്ചസ് വിത്ത് ദ പ്രൈസ് എന്നൊരു മാർക്കറ്റിൽ നമുക്ക് എപ്പോഴും ലോ പ്രൈസസ് ആയിരിക്കും നല്ലത്. ദെൻ ബേസ്ഡ് ഓൺ ദി കൺസ്യൂമർ പ്രജുഡിസസ്, കൺസ്യൂമറിൻ്റെ ഒരു പ്രജുഡിസ് ഉണ്ടാവും. അവർ ചിലപ്പോൾ മുൻകൂട്ടി അല്ലെങ്കിൽ മുൻധാരണയുണ്ട് ഹൈ പ്രൈസ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് എന്നൊരു ചിന്തയുള്ളവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള റിച്ച് ആൾക്കാരെങ്കിൽ ഷോബിച്ച് ബയേഴ്സിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരു പുവർ ക്ലാസ് ഓഫ് ബയേഴ്സിലേക്ക് നമുക്ക് ഹൈ പ്രൈസിലൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ബിക്കോസ് ദേ വിൽ നോട്ട് ബൈ ദ പ്രൊഡക്റ്റ് അറ്റ് ദാറ്റ് കോസ്റ്റ്. കൂടുതൽ കോസ്റ്റ് ആണെങ്കിലൊന്നും ഒരു പുവർ ക്ലാസ് ബയേഴ്സ് ഒന്നും വാങ്ങത്തില്ല. പിന്നെ ഗവൺമെൻറ് റെഗുലേഷനും ഒരു കാരണമാണ്. ദാറ്റ് ഈസ് ഗവൺമെൻറ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോവേർട്ടി ഇറോഡിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനൊക്കെ ചില പ്രൊഡക്റ്റ് വളരെ ചീപ്പർ റേറ്റിലൊക്കെ നമ്മൾ കൊടുക്കുക ഗുഡ്സ്. ഇപ്പോൾ ഗവൺമെൻറ് റൈസ് എല്ലാം കസ്റ്റമേഴ്സ് BPL കസ്റ്റമേഴ്സിനെല്ലാം ബിലോ പോവർട്ടി ലൈനിലുള്ള ഫാമിലീസിൽ അവർക്കൊക്കെ ചീപ്പ് റേറ്റിൽ കൊടുക്കും. അപ്പോൾ അവിടെയുള്ള കേസിൽ നമ്മൾ ആ ഒരു കണ്ടീഷനും കൂടെ കൺസിഡർ ചെയ്തിട്ടേ നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഒരു പുറം ഏരിയ പോയിട്ട് റൈസ് വിൽക്കുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ പ്രൈസിൽ വിറ്റ് ആരെങ്കിലും വാങ്ങുമോ? ഇല്ല. പിന്നെ ഡ്യൂട്ടി ആൻഡ് താരിഫ് ബാരിയേഴ്സ്, നമ്മുടെ ഗുഡ്സിൻ്റെ മേലെ പല കൺട്രീസും പല പ്ലേസസും ഒരു ഡ്യൂട്ടി താരിഫ് വെക്കും. അപ്പം ഹൈ പ്രൈസ് കൊടുക്കുന്ന സ്ഥലത്ത് ഹൈ ഡ്യൂട്ടി ചാർജ് ആണെങ്കിൽ നമുക്ക് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യാം. എന്നാൽ ലോ ഡ്യൂട്ടി അല്ലെങ്കിൽ നോ ഡ്യൂട്ടി ഉള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ ലോ പ്രൈസ് ആയിരിക്കും ചാർജ് ചെയ്യുക. അപ്പോൾ പ്രൈസ് ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ക്രിമിനേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഹൈ പ്രൈസ് ഇടണോ ലോ പ്രൈസ് ഇടണോ എന്ന് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് it works under monopoly only. Then division of market into sub-market is required to understand where it is elastic and where it is inelastic. Only based on that we can give the goods. Then about the transfer of goods ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ലോ കോസ്റ്റിലായിട്ട് അല്ലെങ്കിൽ ഒരു അൺഫേവർ ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് ഫേവറബിൾ മാർക്കറ്റിലേക്കോ ഡിയറർ മാർക്കറ്റിലേക്കോ മാറ്റുമ്പോൾ നഷ്ടമായിരിക്കും നമുക്ക്. പിന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നോക്കുക. ഇൻഇലാസ്റ്റിസിറ്റി
ഉള്ളിടത്തായിരിക്കും നമ്മൾ ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുക, ഇലാസ്റ്റിറ്റി ഉള്ളിടത്ത് ലോ പ്രൈസ് ആയിരിക്കും ഫിക്സ് ചെയ്യുക. പിന്നെ കൺസ്യൂമറിൻ്റെ പ്രിജുഡിസ്, ഒരു മുൻധാരണയുള്ളിടത്ത് അവർ വിചാരിക്കുക ഹൈ പ്രൈസ് ആണെങ്കിൽ സുപ്പീരിയർ ക്വാളിറ്റി, അവിടെ നമുക്ക് ഹൈ പ്രൈസ് വെക്കാം. പക്ഷേ പൂവർ കസ്റ്റമേഴ്സിലേക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഗവൺമെൻറ് റെഗുലേഷൻ, ഗവൺമെൻറ് ചിലയിടത്ത് ലോ പ്രൈസിൽ ഗുഡ്സ് കൊടുക്കുന്നു, അവിടെ നമുക്ക് കൊണ്ടുപോയി ഹൈ പ്രൈസിൽ നമ്മുടെ ഗുഡ് വിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഡ്യൂട്ടി ആൻഡ് താരിഫ് ഹൈ ഉള്ളിടത്ത് നമുക്ക് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യാം, ഡ്യൂട്ടി ആൻഡ് താരിഫ് ലോ ഉള്ളിടത്ത് നമുക്ക് ലോ പ്രൈസും ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് എബൌട്ട് ദ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഒരു വേറൊരു കൺസെപ്റ്റാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അതിന് എന്തൊക്കെയാണ് ഗുണങ്ങൾ, അല്ലെങ്കിൽ വാട്ട് ഇസ് ഒബ്ജക്റ്റീവും, അതേപോലെ വാട്ട് ആർ ദ കണ്ടീഷൻ ടു ബി കൺസിഡർ വൈൽ ഫിക്സിങ് ദ പ്രൈസസ് അണ്ടർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പറഞ്ഞു. ഇനി ആ പ്രൈസിനെ നമ്മൾ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും? അപ്പോൾ ഇതും ഒരു സിംഗിൾ മോണോപ്പൊളിസ്റ്റിൽ, ഇപ്പോൾ ഒരു സിംഗിൾ ചാർജ് ഔട്ട്പുട്ടിന് കൊടുക്കുന്നതിന് പകരം എന്താ പല മാർക്കറ്റിൽ പല പ്രൈസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ മാർക്കറ്റിനെ എന്താക്കും എന്ന് പറഞ്ഞാൽ പല പല സബ് മാർക്കറ്റുകളാക്കും. എന്നിട്ട് സബ് മാർക്കറ്റ് ആക്കുമ്പോൾ അവർ നോക്കുന്നത് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ആയിരിക്കും. പ്രൈസ് ഇലാസിറ്റി കൂടുതലാണോ, ഇലാസിറ്റി കുറവാണോ, ഇതെല്ലാം നോക്കുക. എന്നിട്ട് സെയിം കൺസെപ്റ്റ്, ഇക്വിലിബ്രിയം പ്രൈസ് സെറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് ആയിട്ടുള്ള മാർജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ എന്ന പോയിന്റിൽ നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും. അപ്പം മാർക്കറ്റിനെ ആദ്യം ചെയ്യാൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, 2 മാർക്കറ്റായിട്ട്, അല്ലെങ്കിൽ 2 or 3 മാർക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ 2 മാർക്കറ്റായിട്ടാണ് മെയിൻലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, മാർക്കറ്റ് എയും അതുപോലെ മാർക്കറ്റ് ബിയും. ഇത് ടോട്ടൽ മാർക്കറ്റാണ് വരച്ച് വെച്ചിരിക്കുന്നത്. സോ മാർക്കറ്റ് എയിൽ നോക്കി, സോ ഹിയർ ദ പ്രൈസ് ഇലാസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് സ്റ്റീപ്പ് അല്ലേ, ഇങ്ങനെയാണ് നമ്മുടെ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ആവറേജ് റവന്യൂ കർവ് വന്നിരിക്കുന്നത്, കുറച്ചൊരു സ്റ്റീപ്പായിട്ടാണ്. സോ ഹിയർ ദ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി. ഇവിടെ നോക്കി നമ്മുടെ പ്രൈസ് വ്യത്യാസം എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. ഇവിടുത്തെ പ്രൈസും ക്വാണ്ടിറ്റിയും ഇവിടുത്തെ പ്രൈസും ക്വാണ്ടിറ്റിയും നോക്കുമ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റി കുറവാണ്, പക്ഷെ ഇവിടെ നോക്കുമ്പോൾ കൂടുതലാണ് ക്വാണ്ടിറ്റി. ഇവിടെ പ്രൈസിൽ ചെറിയ വ്യത്യാസം വരുമ്പോൾ ക്വാണ്ടിറ്റിയിൽ അതിനേക്കാളും ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. ഇവിടെ പ്രൈസ് കൂട്ടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ ഹയർ ഡിഫറൻസ് ആണ്. സോ ഹിയർ ദ ഇലാസ്റ്റിറ്റി ഈസ് മോർ ഇൻ മാർക്കറ്റ് ബി ദാൻ ദാറ്റ് ഓഫ് എ. സോ ഹൈ പ്രൈസ് എവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും? ഇലാസിറ്റി എവിടെ കൂടുതലാണോ അവിടെ നമ്മൾ ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യും. സോ ഹിയർ വി ക്യാൻ ഫിക്സ് ദ ഹൈ പ്രൈസ്, വേർ ഹിയർ വി ക്യാൻ ഫിക്സ് ഓൺലി ലോവർ പ്രൈസ്. അപ്പം ഗ്രാഫിനനുസരിച്ച് സ്റ്റീപ്പ് 1 ആണ്, ഇത് കുറച്ചുകൂടെ സ്ലോപ്പ് കുറവാണ് അല്ലേ, ഇത് ഇത്രയും സ്റ്റീപ്പല്ല ഇത്. അതുകൊണ്ട് തന്നെ ഈ സ്ലോപ്പ് കുറഞ്ഞെടുത്തായിരിക്കും കൂടുതൽ ഇലാസ്റ്റിറ്റി. ഇവിടെ തന്നെയായിരിക്കും ഹൈ പ്രൈസ്, ഇവിടെ ലോ പ്രൈസ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മാർക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ചാർട്ട് കിട്ടിയിരിക്കുന്നത്, ഗ്രാഫ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമ്മുടെ മാർജിനൽ കോസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്, മാർജിനൽ റവന്യൂ മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് നമ്മളൊരു പോയിന്റ് എടുത്തു, ആ പോയിന്റ് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ 2 മാർക്കറ്റിലെ നമ്മൾ ഒരേ ഗ്രാഫിലാണ് വരച്ചിരിക്കുന്നത്. അപ്പം ഇതേ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന എല്ലാ പോയിന്റുകളും ഇത്, അതുപോലെ ഇവിടെ ഈ 3 നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസസ്. സോ ഇൻ എ മാർക്കറ്റ് എ ദ പ്രൈസ് ഷുഡ് ബി അറ്റ് ദിസ് പോയിന്റ്, ഈ പ്രൈസ് ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് ആ ഗുഡിന്. എന്നാൽ മാർക്കറ്റ് ബിയിൽ ഈ ഒരു പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാം. ആൻഡ് ഇൻ മാർക്കറ്റ് സി വി വിൽ ദാറ്റ് ഇസ് ടോട്ടലായിട്ട് നമുക്ക് ഇത് വരും. അപ്പം അങ്ങനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുകയാണ് 2 മാർക്കിലും എത്ര പ്രൈസ് വേണമെന്നുള്ളത്. ഇതാണ് നമ്മുടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് മാർക്കറ്റ് 2 മാർക്കറ്റുകളെ വരയ്ക്കുന്നു, ടോട്ടൽ മാർക്കറ്റും വരയ്ക്കുന്നു. ഫസ്റ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എ മാർക്കറ്റ്, ബി മാർക്കറ്റ്, സി അല്ല ടോട്ടൽ മാർക്കറ്റ്. എ മാർക്കറ്റിൽ നമ്മൾ നോക്കിയപ്പോൾ ഇതൊരു ലെസ് ഇലാസ്റ്റിക് മാർക്കറ്റാണ്, ഇലാസ്റ്റിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ ഇത് സ്റ്റീപ്പായിട്ട് നമ്മൾ വരച്ചു. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിറ്റി ഇവിടെ പ്രൈസിനനുസരിച്ച് കുഞ്ഞു രീതിയിൽ ഔട്ട്പുട്ട് മാറത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി മാറത്തുള്ളൂ എന്ന് മനസ്സിലായി. സോ ഇറ്റ് ഇസ് ഇൻ ഇലാസ്റ്റിക് ഓർ ലെസ് ഇലാസ്റ്റിക്. ഹിയർ വിത്ത് ദ ചേഞ്ച് ഇൻ ദ പ്രൈസ് ദേ വിൽ ഷോ ഗ്രേറ്റർ ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ടിൻ്റെ ചേഞ്ച് കൂടുതലായിരിക്കും പ്രൈസിനേക്കാളും. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇത്രയും പ്രൈസ് ചേഞ്ച്, ഈ ഒരു പോയിന്റ് നോക്കുമ്പോൾ ഇത്രയും ഔട്ട്പുട്ട് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രൈസ് ചേഞ്ചിന് ഹൈ ക്വാണ്ടിറ്റി മാറ്റം വന്നു. അപ്പോൾ ഇതാണ് ഇലാസ്റ്റിറ്റി കൂടുതൽ. അപ്പോൾ ഇലാസ്റ്റിറ്റി കൂടുതലുള്ളത് നമ്മൾ ഹൈ പ്രൈസും ഇവിടെ ലോ പ്രൈസും ഫിക്സ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ പ്ലോട്ട് ചെയ്തു, മാർജിനൽ കോസ്റ്റും അതുപോലെ റവന്യൂ കൂടെ പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടി. അതേ പോയിന്റ് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അത് തന്നെയാണ് ഇക്വിലിബ്രിയം പോയിന്റ്സ് ഇൻ ദ ബോത്ത് മാർക്കറ്റ്സ്. ഈ ഒരു പ്രൈസ്, ഈ ഇക്വിലിബ്രിയം പോയിന്റിനനുസരിച്ചുള്ള പ്രൈസ് തന്നെ 2 മാർക്കറ്റിൽ ഫിക്സ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കേസിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാം. ഇനിയുള്ളത് നെക്സ്റ്റ് ആണ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നാളത്തോടെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നിങ്ങൾ എഴുതേണ്ടത് അസൈൻമെൻറ്റ്സ് ആയിട്ട് എഴുതേണ്ടത്, ഫസ്റ്റ് യു ഷുഡ് റൈറ്റ് വാട്ട് ഈസ്
ദ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് മോണോപ്പൊളി. മോണോപ്പൊളിയിലെ ഷോർട്ട് റണ്ണും അതുപോലെ ലോങ് റണ്ണിൻ്റെ വിത്ത് ടേബിൾ വരയ്ക്കുക. ഷോർട്ട് റണ്ണിന് ഒരു ടേബിളുണ്ട്, അപ്പോൾ ആ ടേബിളും അതിനനുസരിച്ചുള്ള ഗ്രാഫും വരയ്ക്കുക. ദെൻ ലോങ് റണ്ണിൽ വരയ്ക്കുക. ഈ എക്സാമ്പിളും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. എങ്ങനെയാണ് മാർജിനൽ കോസ്റ്റ്, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചെയ്യാൻ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനോട് ഈക്വൽ ആയിട്ട് വന്നെന്ന പോയിന്റിലുള്ള പ്രൈസും ഔട്ട്പുട്ടും നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഇക്വലിബ്രിയം പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ചെയ്തു. ആ ക്വസ്റ്റ്യൻ എഴുതണം. പിന്നെ നിങ്ങൾ എഴുതേണ്ടത് പ്രൈസ് ഡിസ്ക്രിമിനേഷനിലെ കേസിലുള്ള ഗ്രാഫും എങ്ങനെയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കേസിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക, ഇതും നോട്ട് ഔട്ട് ചെയ്യുക. ഇത്രയാണ് നിങ്ങളുടെ ഇന്നത്തെ അസൈൻമെൻറ്റ്. ഓക്കെ, സോ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഐ ക്യാൻ ക്ലിയർ ഇറ്റ്. ഇത് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിരിക്കും, കുറേ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ ക്യാൻ ക്ലിയർ ഇറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു.